ഒരു വർഷത്തേക്കുള്ള എനർജി നമ്മൾക്ക് വെറും 7 ഡേയ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമ്മുടെ വീട്ടിലുള്ള 3 ചേരുവ മാത്രം വെച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ്. നടുവേദന മാറാനും ശരീരവേദന, അമിതവണ്ണം കുറയ്ക്കാൻ, ഷുഗർ കുറയാൻ, മുടിയുടെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊരു കപ്പ് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കർക്കിടക കഞ്ഞിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ 200 ഗ്രാമിൻ്റെ ഒരു മഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മഗ്ഗ് ഉലുവ ആഡ് ചെയ്തു. ആ സെയിം കപ്പിൽ തന്നെ 2.5 കപ്പ് നവര അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നവര അരി ഇല്ലെങ്കിൽ മട്ട റൈസോ അല്ലെങ്കിൽ വീട്ടിൽ ചോറ് വെക്കുന്ന അരി ആയാലും കുഴപ്പമില്ല, അതിലും ഉണ്ടാക്കാം. പക്ഷേ നവര അരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ്. രക്തക്കുറവ് മാറാനും വിളർച്ചയൊക്കെ മാറി നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നായതുകൊണ്ട് നവര അരി തന്നെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പം 1 കപ്പ് ഉലുവയ്ക്ക് 2.5 കപ്പ് നവര അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചു. അതിലേക്ക് ഞാനൊരു 2-ാം പാൽ കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 2ാമത് വേവിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു 2 വിസിൽ തന്നെ ഇത് ശരിക്കും വെന്ത് കിട്ടും. ഞാനിത് കുക്കറിലല്ലാത്തത് കൊണ്ടാണ് കേട്ടോ 2ാം പാൽ ഒഴിച്ചിട്ട് കുറച്ചും കൂടെ വേവിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ സിമ്പിളാണ്. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെറും 7 ഡേയ്സ് കഴിക്കണം കേട്ടോ. ഒരു ദിവസം 2 ദിവസം കഴിച്ചിട്ട് നിർത്തരുത്. 7 ഡേയ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള എനർജിയാണ് നമ്മൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നത്. വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ഉലുവ. പിന്നെ കുട്ടികളും ഗർഭിണികളും ഇത് കഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഉലുവ വളരെ അളവ് കുറച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കഴിയുന്നതും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ച് ഉലുവ ചേർത്തിട്ട് മാത്രം കൊടുക്കുക. പിന്നെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കരുത് കേട്ടോ, കുറച്ച് വലിയ കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കരിപ്പട്ടിയാണ്. കഴിയുന്നതും നിങ്ങൾ കരിപ്പട്ടി തന്നെ ഉപയോഗിക്കാൻ നോക്കാം. HB കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഈ വിളർച്ചയൊക്കെയുള്ള ആൾക്കാർക്ക് കരിപ്പട്ടി കഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലഡ് ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഒരുപാട് ഔഷധ ഗുണങ്ങൾ കരിപ്പട്ടിക്കും ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ കരിപ്പട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെയുള്ള നമ്മൾ കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കരിപ്പട്ടിയാണ് കുറച്ചും കൂടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കർക്കിടക കഞ്ഞിയാണ് ഇത്. കൊളസ്ട്രോൾ കുറക്കാനും എല്ലാ കാര്യത്തിനും ഒരു വർഷത്തെ എനർജി കിട്ടാനും ഒക്കെ നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 7 ഡേയ്സാണ് കഴിക്കേണ്ടത്. കഴിക്കുമ്പോൾ ഒരുപാട് അളവിൽ കഴിക്കേണ്ട, 1 കപ്പ് മാത്രം കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ മധുരം നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ നമ്മൾ വീട്ടിലുള്ള ചേരുവ മാത്രം 3 ചേരുവ മാത്രമേ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചെറിയ പരിപ്പ്, പയർ അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ വെറും 3 സംഭവങ്ങൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു കർക്കിടക കഞ്ഞി നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പുതിയൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.